ഏറ്റവും വലിയ പൈസ കിട്ടുക ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. ആ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. കാരണം ഓന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓനെ ഇപ്പൊ മിസ്സിംഗ് ആയിട്ട് അനൗൺസ് ചെയ്യുള്ളൂ. ഓനെ കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒടുവിൽ ഇന്നലെ അഥവാ 72ാമത്തെ ദിവസം കർണാടകയിലെ ശിരൂരിലെ ഗംഗാവരിപ്പോയിൽ നിന്നും അർജുനെയും അതുപോലെ തന്നെ അർജുന ലോറിയെയും കണ്ടെടുത്തു എന്ന തരത്തിലുള്ള ആ ഒരു വാർത്ത ഇന്നലെ നമ്മൾ എല്ലാവരും കേട്ടതാണല്ലേ. അതുമായി സംബന്ധിച്ച് ഇപ്പോൾ കുറേയധികം കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങി പോകുന്നുണ്ട്. DNA ടെസ്റ്റ് കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിച്ച് വരുന്നുണ്ട്. ഏതായാലും ഇതുമായി സംബന്ധിച്ച് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാൻ ആഗ്രഹമുണ്ടായിരുന്ന ഒരു കാര്യമാണ് മനാഫ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അഥവാ അർജുന്റെ ലോറിയുടെ ഉടമ എന്തിനു വേണ്ടി ഇത്രയധികം ഇതിന്റെ പിറകെ നടന്നു. ആ ഒരു കാര്യം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് എനിക്കിവിടെ പേഴ്സണലി മനസ്സിലാവുന്നു. കാരണം അങ്ങനെയുള്ള കുറേയധികം വിമർശനങ്ങളും കാര്യങ്ങളും അദ്ദേഹം നേരിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിന് തക്കതായിട്ടുള്ളൊരു മറുപടി, അതായത് ഈ അർജുനെ കിട്ടിയതിന് ശേഷമാണ് മനാഫ് ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഈ ലോറിയുടെ പിറകെ അതുപോലെ തന്നെ അർജുനെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത്രയും അധികം ഇതിന്റെ പിറകെ കൂടിയത് എന്നുള്ള കാര്യം മനാഫ് ഈ ഒരു അർജുനെ കിട്ടിയതിന് ശേഷം, നമ്മൾ അർജുനെ കിട്ടുന്നതിന് മുൻപ് മനാഫ് പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും മനാഫ് കൂടുതൽ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ അർജുനെ കിട്ടിയതിന് ശേഷമാണ് മനാഫ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മനസ്സ് തുറന്നിട്ടുള്ളത്. നമുക്ക് ഏതായാലും മനാഫ് പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് മനാഫ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ ആളുകൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെപ്പറ്റി മനാഫിനെ കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഞാൻ പല ആളുകളും പലതും പറഞ്ഞു. വണ്ടി കിട്ടാനാണ്, അർജുന കിട്ടാനല്ല. ആ വണ്ടി ഞാൻ ഇപ്പം പറയുന്നു, ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക, അതിന്ന് ഓനെടുക്കുക, ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക്. നമുക്ക് ആ വണ്ടിയും വേണ്ട, ആ മരവും വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ആ വണ്ടി അവിടുന്ന് പൊന്തിക്കുക, ഓനെ അതിന്റെ ഉള്ളിൽ നിന്ന്, ആ ക്യാബിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കണം എന്നപ്പോ ഒരു ആലോചിക്കുന്നത് ഫയർഫോഴ്സ് ടീം. ഓൻ അതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കുക. ആ വണ്ടിയോ നമുക്ക് ഇനി ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ്, ഓനെ മതിയായിരുന്നു. അപ്പൊ ഇതാണ് സംഭവം. സത്യം പറയാലോ, ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിൽ എന്തോ ഒന്ന് പോലെ ഉണ്ട്. അത് ഉള്ളതുള്ള പോലെ പറയാലോ. കാരണം മനാഫിനെ എന്തിനു വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ വിമർശിച്ചു എന്നുള്ള ഒരു കാര്യം ഞാൻ പേഴ്സണലിലൂടെ ആലോചിച്ചു പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എത്രയോ അധികം ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മനാഫിന് എന്താണ് വേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് മനാഫ് നടക്കുന്നത്, അങ്ങനെ രീതിയിലുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പല വ്യക്തികളും ഇവിടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അർജുനെ കിട്ടിയല്ലോ. എന്നാൽ അർജുനെ കിട്ടി, അർജുനെയും അർജുന ലോറിയെയും കണ്ടെടുത്തു. അതിനുശേഷം പോലും ഒരാൾ ഇവിടെ വന്നിട്ട് മോശം രീതിയിലുള്ള ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കർണാടകയിലെ ശിരൂരിൽ നിന്നും എന്താ പറയുക, എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച ആ ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് പോലും കുരു പൊട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ അതാണ് ആലോചിച്ച് പോകുന്നത്. സത്യം പറഞ്ഞാൽ അന്തം വിട്ടു പോയിട്ടോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടേടെ. അവിടെ ഇന്നും നല്ല ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. നല്ലത് എന്നല്ല, അതായത് അർജുന ജീവനോടെ കിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിരുന്നാലും അർജുന്റെ ആ ഒരു എന്താ പറയുക, ഒരു ഐഡന്റിറ്റി നമുക്ക് അവിടെ നിന്ന് കിട്ടണമല്ലോ. അത് സംഭവിച്ചു എന്നുള്ളതാണ്. അതിൽ നമ്മളെല്ലാവരും തന്നെ എന്താ പറയുക, ആ ഒരു രീതിയിലാണ് നോക്കിക്കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴും പല ആളുകൾ, ഞാൻ ഒരു കമന്റോട് ഒന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം. കോപ്പാണ്, ഒന്ന് പോകാവോ. തുടക്കത്തിലെ ആ പുള്ളിയാണ് പറഞ്ഞ് വണ്ടി എവിടെയാണോ നിർത്തിയിട്ടിരുന്നത് അർജുൻ അവിടെ തന്നെ വണ്ടി കാണും, ആ വണ്ടി ഒരിക്കലും അവിടെ നിന്നും തെന്നി മാറി പോകില്ല, അത്രയും സ്ട്രോങ് ആയിട്ടാണ് പുള്ളി പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് പ്രതീക്ഷ തന്നതൊക്കെ പുള്ളിയൊക്കെയാണ്, അതിനൊരിക്കലും തകരില്ല. ക്യാബിനകത്ത് അർജുൻ ഉണ്ട്, അവന് കഴിക്കാനായിട്ട് അതിനകത്ത് ഫുഡും വെള്ളവും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായും ജീവനോടെ അതിനകത്തുണ്ട് എന്നൊക്കെയാണ് പുള്ളി എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം വണ്ടി വെള്ളത്തിനകത്ത് പൊക്കിയെടുത്ത ക്യാബിൻ തകർന്ന രീതി, അതായത് അന്ന് അങ്ങനെ കുറേ അധികം ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും അവരുടെ പ്രതീക്ഷകളാണ് പറയുന്നത് അല്ലെ. ആർക്കും മുൻകൂട്ടി ഒന്നും പറയാനൊന്നും പറ്റത്തില്ലല്ലോ. എല്ലാവരും അവിടെ ഉണ്ടാകും ഇവിടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷകളാണ് പറയുന്നത്. കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് ആർക്കും അറിയത്തില്ല അതെന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം. ആരും കണ്ടിട്ടുമില്ല, ഒന്നും അറിഞ്ഞിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലോറി എവിടേക്കാണ് നിർത്താൻ ചാൻസ് ഉള്ളത്, എങ്ങോട്ടൊക്കെയാണോ പോകാൻ ചാൻസ് ഉള്ളത്, അതൊക്കെയാണ് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പൊ ലോറി കിട്ടിയ അവസ്ഥ നിങ്ങൾ കണ്ടില്ലായിരുന്നു. അതായത് മൊത്തത്തിൽ ചളുങ്ങി പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കോപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ ഉപയോഗിക്കണോടെ ഞാൻ അതാണ് ആലോചിച്ചു പോകുന്നത്. ഏതായാലും നമുക്ക് കുറച്ച് കമന്റ്സ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഇങ്ങനെ പിറകെ കൂടിയിട്ടുള്ളത് എന്ന തരത്തിൽ കുറച്ച് കമന്റ്സ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് അർജുനെ കിട്ടുന്നതിന് മുൻപ് വന്ന കമന്റുകളാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു 4-5 വായിച്ച് കേൾപ്പിച്ച് തരാം. മനാഫ്, ആ ചെറ്റയ്ക്ക് ലോറി കിട്ടണം, അല്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടില്ല, കാരണം അതാണ്. ഒന്നാമത്തെ ഒരു കമന്റ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത്, മനാഫിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ചിലപ്പോൾ സത്യം പുറത്തേക്ക് വരും. അതായത് മനാഫിന് ആദ്യത്തെ കമന്റിൽ പറഞ്ഞത് മനാഫിന് ഇൻഷുറൻസ് ആണ് വേണ്ടത്. ഇവിടെ രണ്ടാമത്തെ കമന്റിൽ പറഞ്ഞത് മനാഫിനെ ചോദ്യം ചെയ്യണം. ഈ ചോദ്യം എന്തിനാണ് ചെയ്യുന്നത്? അർജുനെ മനാഫ് എവിടെയോ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പല വ്യക്തികളും അഭിപ്രായപ്പെടുന്നത്. ഏതായാലും അടുത്തൊരു കമന്റ് കൂടെ വായിച്ചു നോക്കാം. കുറച്ച് വലിയ കമന്റ് ആണ് കേട്ടോ.
മനാഫ് കള്ളനാണ്, അവനറിയാം നമ്മുടെ അർജുൻ എവിടെയുണ്ട് എന്ന്. അവനും അവൻ്റെ കൂട്ടാളിമാരും കൂടെ അർജുൻ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു അർജുൻ മിസ്സിംഗ് ആണെന്ന്. അർജുൻ്റെ ഫോൺ ആരുടെ കയ്യിൽ ഉണ്ടാനും അർജുൻ ആരുടെ തടങ്കലിലാണെന്ന് ഞാൻ എന്നും പറയുന്നത് ആണല്ലോ. ആരും അത് കാണുന്നില്ല. നമ്മുടെ അർജുൻ എവിടെ ഉണ്ടെന്ന് മനാഫിനെ ചോദ്യം ചെയ്യണം. അത് നമ്മുടെ കേരളത്തിലെ പോലീസുകാരെ വെച്ച്, അതായത് മനാഫിനെ ചോദ്യം ചെയ്യണം. മനാഫ് എവിടെയോ അർജുനെ പോയിട്ട് എടുത്തു വെച്ചു, അങ്ങനെ അത് ഒളിപ്പിച്ചു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഒളിപ്പിച്ച കാര്യങ്ങളൊക്കെ പുറത്ത് വന്നില്ലേ? നിങ്ങൾക്കത് കാണുന്നുണ്ടാവില്ലേ? നീ വാർത്ത വരാതെ പറഞ്ഞു എന്നുള്ള കാര്യം നീ തന്നെ പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണെന്ന്. ഇപ്പം നീ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അർജുനെ കിട്ടിയതും എല്ലാ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അടുത്തൊരു കമൻറ്റ് കൂടെ നോക്കാം. കുറ്റാന്വേഷണ വിദഗ്ധൻ മനാഫിനെ ചോദ്യം ചെയ്യണം. അതായത് ഒരു കുറ്റാന്വേഷണ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് മനാഫിനെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ ചട്ടപ്പടയെന്ന് മനാഫ് പറയുമെന്നുള്ള രീതിയിലാണ് ഒരുത്തം കമൻ്റ് ഉള്ളത്. അടുത്തൊരു കമൻറ്റ് നോക്കാം. അർജുൻ്റെ നഷ്ടം മുഴുവൻ മനാഫിൽ നിന്നും ഈടാക്കണം. ഒരു ഗവൺമെൻറ് 10 പൈസ കൊടുക്കരുത്. അർജുൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള രൂപ മുഴുവൻ മനാഫിൽ നിന്നും ഈടാക്കണം. ഗവൺമെൻറ്റിന് ചിലവായ രൂപ മുഴുവനും മനാഫിൽ നിന്നും ഈടാക്കണം. മുഴുവനായിട്ടുള്ള പണവും മനാഫ് നൽകണമെന്നാണല്ലോ പറയുന്നത്. പക്ഷേ നിങ്ങളിവിടെ ഈ മനാഫ് എല്ലാവർക്കും തുക നൽകണമെന്ന് പറയുന്നുണ്ടല്ലോ. മനാഫിൻ്റെ യഥാർത്ഥ മുഖം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാനേ പോകുന്നുള്ളൂ. കുറച്ച് കഴിയും, അതായത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതുമായി സംബന്ധിച്ച്. മനാഫിൻ്റെ യഥാർത്ഥ മുഖം നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ അറിയും. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ അർജുൻ്റെ നഷ്ടം മുഴുവൻ മനാഫ് ഏറ്റെടുക്കണമെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ എന്തൊക്കെയാണ് ഇവർ എഴുതി വിടുന്നത്, ഞാൻ അതാണ് ആലോചിച്ച് പോകുന്നത്. ഗവൺമെൻറ് ഒരു 10 പൈസ പോലും കൊടുക്കരുത്, എല്ലാം മനാഫ് നൽകണം. മനാഫ് എന്ത് തെറ്റ് ചെയ്തോടെ? മനാഫ് ഇതിന് മാത്രം അത്ര വലിയ ക്രൂരമായിട്ടുള്ള തെറ്റൊക്കെ ചെയ്തോ? ഞാൻ അതാണ് ആലോചിച്ച് പോകുന്നത്. ഓരോരുത്തന്മാർ എഴുതി വിടുന്ന കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ സഹിക്കത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ കമൻറ്റുകളൊന്നും കാണാൻ പോകുന്നില്ല. ഇട്ടവന്മാർക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഏത് വീഡിയോയുടെ താഴെയാണ് ഈ കമൻറ്റ് ഇട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് അത് ഡിലീറ്റ് ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും അടുത്തൊരു കമൻറ്റ്, മനാഫിൻ്റെ ലോറിയുടെ പാർട്ടുകൾ കിട്ടാതെ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കാനുണ്ടാവില്ല. അത് തന്നെ കാര്യം. ഈ മനാഫിൻ്റെ ലോറിയുടെ പാർട്സ് കിട്ടണമെന്നൊന്നുമില്ല. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പാർട്സ് കിട്ടണമെന്നൊന്നുമില്ല. അതായത് വാഹനം ആരെങ്കിലും കടത്തിക്കൊണ്ടുപോയി അങ്ങനെ, അതായത് എന്താ പറയുക, മോഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാലും ഇൻഷുറൻസ് കിട്ടും. അപ്പോൾ മനാഫിന് വണ്ടി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇൻഷുറൻസ് കിട്ടാനായിട്ട്. ഏതായാലും മനാഫ് കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പം ഇങ്ങനെയുള്ള കുറേ അധികം ആളുകൾ, ഏതൊരു കാര്യത്തിലും നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കുറച്ചധികം ആളുകൾ, കുറച്ച് എന്ന് പറയാൻ ശരിയാവത്തില്ല. അപ്പോൾ ഏതായാലും മനാഫ് പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്കിനി കടക്കാം. മനാഫ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് അർജുൻ്റെയും ലോറിയുടെയും പിറകെ ഞാൻ എന്തിനു പോയി എന്നുള്ള കാര്യം മനാഫ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഈ വണ്ടിയുടെ ഇൻഷുറൻസ് കുറച്ച് കിട്ടുമായിരിക്കും അല്ലേ? വണ്ടി ഇപ്പോൾ ടോട്ടൽ ലോസ് ആണ്. ആ വണ്ടി കാണുമ്പോൾ നമുക്കറിയാം ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ? അതറിയാം, ടോട്ടൽ ലോസ് ആയിരിക്കും എന്നുള്ളത് അറിയാം. അല്ല, ഇൻഷുറൻസ് നമ്മളതിന്റെ കാര്യത്തിൽ ഒരു പ്രയാസം ഇല്ലേനു. നമുക്ക് ഇപ്പൊ വണ്ടി കാണണമെന്ന് ഒരു നിർബന്ധം ഇല്ലാതെ തന്നെ ഇൻഷുർ കിട്ടും. വണ്ടി കളവ് പോയാലേ കിട്ടൂല ഇൻഷുറൻസിന് ഒരു പ്രശ്നമില്ലേനു. നമ്മൾ FIR ഇട്ടുപോയ കേസാണിത്. അപ്പൊ ഈ FIR എങ്ങാനും ക്ലോസ് ചെയ്ത് പോയാൽ നമ്മളോട് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു FIR ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങാനും FIR ക്ലോസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ തെരച്ചിൽ തന്നെ നിന്നു പോകും. അപ്പം നമ്മൾ അതുകൊണ്ട് മാത്രമാണ് ഈ വണ്ടിന്റെ അടവൊക്കെ അടച്ച് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ FIR ക്ലോസ് ചെയ്യില്ല എന്നുള്ളത്. ഞാൻ കളക്ടറോട് തന്നെ പലവട്ടം പറഞ്ഞിരിക്കണം, FIR ക്ലോസ് ചെയ്യാൻ പറഞ്ഞ് നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. വേണമെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ് നമ്മൾ റെഡിയാക്കി തരാം, മനാഫിന് പുതിയ ഇൻഷുറൻസ്, പുതിയ വണ്ടി കിട്ടാനുള്ള ഇൻഷുറൻസിന്റെ പണി നമ്മൾ ചെയ്തുതരാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒരു കാര്യം ചെയ്താൽ എനിക്ക് എൻ്റെ അർജുൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തന്നാൽ എനിക്ക് അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്തുനിന്ന് എന്താണ് ഓരോ ഫാമിലിക്ക് ആരെന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിനൊരു പരിധി ഉണ്ട്. ഏറ്റവും വലിയ പൈസ കിട്ടുക ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. ആ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. കാരണം ഓൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓനെ ഇപ്പം മിസ്സിംഗ് ആയിട്ടേ അനൗൺസ് ചെയ്യുള്ളൂ. ഓനെ കിട്ടണം എന്നുണ്ടെങ്കിൽ 7 കൊല്ലത്തിന് ശേഷം അവൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പോലും എനിക്ക് കഴിയുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നത്തെ അപ്പോഴത്തെ സാഹചര്യം എന്താന്നുള്ളതും അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചെയ്യേണ്ട പണി ഇന്ന് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് നാളത്തേക്ക് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിക്ഷണറിയിലില്ല. ഞാനിവിടെ ആലോചിച്ച് പോകുന്ന ഒരു കാര്യം ഇതാണ്, ഈ പാവം പിടിച്ച ഈ ഒരു മനാഫ് എന്ന് പറയുന്ന ആ ഒരു പച്ച മനുഷ്യനെ അങ്ങനെയാണല്ലോ നിങ്ങളെല്ലാം ഇവിടെ കൊത്തിപ്പറിച്ചിട്ടുണ്ടായിരുന്നത്. എത്രത്തോളം ബുദ്ധിമുട്ടി കാണും. ഇവിടെ അദ്ദേഹം ചെയ്ത കാര്യം, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയധികം കാലം ഇതിന്റെ പിറകെ കടിച്ചു തൂങ്ങിയത് എന്നുള്ള കാര്യമാണ് മനാഫ് ഇവിടെ വ്യക്തമാക്കുന്നത്. തനിക്ക് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല മനാഫ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, അർജുൻ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അർജുന് ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് മനാഫ് ഈ കളികളെല്ലാം കളിച്ചതല്ലേ?
അതായത് ഈ കേസ് ക്ലോസ് ചെയ്തിട്ട് FIR രജിസ്റ്റർ ചെയ്ത കേസാണിത്. അത് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ പൊക്കോ, നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മനാഫിന് അറിയാം. കുറേയധികം ആളുകൾ വന്നിട്ട് കേസ് ക്ലോസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മനാഫ് അവിടെ ഒന്നും പിടുത്തം കൊടുത്തിട്ടില്ല. അതായത് ഇപ്പോൾ ഈ കേസ് ക്ലോസും ചെയ്തിട്ട് മനാഫിന് കിട്ടാനുള്ള ഒരു ഇൻഷുറൻസ് തുകയും മേടിച്ചിട്ട് പോവുകയാണെങ്കിൽ അർജുൻ അവിടെ ഒന്നുമല്ലാതായി തീരുകയാണ്. അതായത് ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാതാവുകയാണല്ലേ. ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും അർജുന് കിട്ടില്ല എന്നുള്ളതാണ്. ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പിന്നീട് 7 വർഷം കഴിഞ്ഞാൽ മാത്രമേ അതിന് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മനാഫ് പറയുന്നത്. അതായത് അർജുന്റെ അച്ഛനോട് മനാഫ് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മകനെ കൊണ്ടുവരുമെന്നുള്ളത്. അതിവിടെ മനാഫ് പാലിച്ചിരിക്കുകയാണ്. കൂടാതെ നിങ്ങളിവിടെ നോക്കേണ്ട ഒരു കാര്യം, അർജുൻ ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് മനാഫ് ഇത്രയും കളികൾ ഇവിടെ കളിച്ചത്. അതാണ് ഞാനിവിടെ എടുത്തു നോക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഇട്ട് ഇങ്ങനെ മാന്തി പറിക്കുന്നത്. ഞാൻ അതാണ് ഇവിടെ ആലോചിക്കുന്നത്. എങ്ങനെ തോന്നുന്നു, കാര്യങ്ങളൊന്നും അറിയാതെ, എന്താണ് അതിന്റെ പിറകിലുള്ളത് എന്ന് അറിയാതെ പല ആളുകളും വന്നിട്ട് ഇങ്ങനെ കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ മനാഫ് ഇപ്പോൾ ഒരു ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ മനാഫിന് നേരത്തെ തന്നെ ആവാമായിരുന്നു. അതിന് വണ്ടിയുടെ പാർട്സ് കിട്ടണമെന്നൊന്നില്ല എന്ന് മനാഫ് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടായിരുന്നെങ്കിൽ മനാഫിന് ഇത്രയധികം ഇതിന്റെ പിറകെ നടന്ന ക്യാഷ്, സ്വന്തം കീശയിലുള്ള ക്യാഷ് ഒന്നും ചെലവാക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു അല്ലെ. വാഹനത്തിന്, അതായത് ആ ലോറിയുടെ അടവ് വരെ ലോറി കാണാനില്ലല്ലോ, എന്നിട്ട് പോലും അതിന്റെ അടവടച്ച് അതിന് വേണ്ട പരിശ്രമങ്ങൾ മനാഫ് നടത്തിയിരുന്നു. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇത്രയും കാലം പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ മനാഫ് ഇവിടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് അർജുനെ കണ്ടെത്തിയതിനു ശേഷം എന്തിനു വേണ്ടിയിട്ട്? കാരണം ഈ കാര്യം ഇപ്പോൾ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിന് മുൻപ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിലേറെ വിമർശനങ്ങൾ വരും. ശരിയാണ്, എന്ത് നല്ല കാര്യം ആര് പറഞ്ഞാലും അതിന് കുറേയധികം ആളുകൾ അത് അംഗീകരിക്കും. എന്നാൽ കുറച്ച് ആളുകളെങ്കിലും കാണും, എത്ര നല്ല കാര്യം ചെയ്താലും അതിലും കുറച്ച് നെഗറ്റീവ് കണ്ടുപിടിക്കാനായിട്ട്, വെറുതെ അങ്ങ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പടച്ചു വിടാനായിട്ട് കുറച്ച് ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പം ഞാൻ നേരത്തെ ഒരു കമൻറ്റ് വായിച്ചില്ലേ, അതായത് അർജുന് കിട്ടിയതിന് ശേഷമാണ് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടുള്ളത് അല്ലേ. നിങ്ങൾ തന്നെ പറഞ്ഞു അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, മറ്റോടത്തുണ്ട്, മറിച്ചോടത്തുണ്ട് എന്തൊക്കെ. ഇവരെല്ലാം ഇവരോട് എന്താ പറയുക, ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് അവിടെ തിരച്ചിലും കാര്യങ്ങളും നടക്കുമ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫോൺ റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ്, അല്ലാതെ ഇല്ലാതെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് മണ്ണിനടിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ പോയാൽ പിന്നെ ഫോൺ റിങ് ചെയ്യത്തില്ലല്ലോ, അങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ ഇപ്പോൾ അർജുന് കിട്ടിയിരിക്കുകയാണ്. DNA കാര്യങ്ങളൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനാഫ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇനിയും ആരും അദ്ദേഹത്തെ വിമർശിക്കരുത്. ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്തിനിങ്ങനെ വിമർശിക്കണം? വിമർശിക്കപ്പെടേണ്ട എത്രയധികം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊക്കെ എല്ലാവരും അറിയുന്ന കാര്യങ്ങളാണല്ലേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ വിമർശിക്കപ്പെടേണ്ടവരെ പോയിട്ട് വിമർശിക്ക്, അല്ലാത്തവർ വെറുതെ വിടട്ടെ, പാവങ്ങളെ ജീവിച്ച് പൊക്കോട്ടെ.